യശയാപ്രവചനം 58-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. യശയാവ് 58-ന്റെ 2-3. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ചു, എന്റെ വഴികൾ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തവരെ പോലെ അവർ നീതിയുടെ വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സത്യത്തില് ഈ ഒരു വിഷയം എന്ന് പറയാൻ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കും. നമ്മുടെ എല്ലാം ആഗ്രഹം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം അപ്പോൾ തന്നെ മറുപടി നൽകണമെന്ന. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നാം കണ്ടിട്ടുള്ള ഒരുപാട് പേര് ദൈവം മറുപടി നൽകാത്തത് മൂലം, വിഷയങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്ന മറുപടി നൽകാത്തത് മൂലം ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു ദൈവമില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വില കൊടുത്ത് നിന്നു, പ്രാർത്ഥിച്ചു, പട്ടിണി കിടന്ന് ഉപവാസം എടുത്തു, എന്നിട്ടും എൻ്റെ പ്രാർത്ഥനകൾക്കൊന്നും മറുപടി ഇല്ല എന്ന് പറഞ്ഞു ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റിലുണ്ടെന്ന് നാം വിസ്മരിച്ചുകൂടാ. ഇവിടെ യശയാവിന്റെ കാലത്തുള്ള ഇസ്രായേലിന്റെ ഒരു മനോഭാവത്തെ കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ കർത്താവ് പറയുന്നൊരു അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെ: എന്നിട്ടും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ചു. ഹല്ലേലൂയ. അവർ ചെയ്ത കാര്യം വല്ലപ്പോഴും അല്ല, ദിനംപ്രതി അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരായിരുന്നു. ദൈവത്തിന്റെ വഴികൾ അറിയുന്നതിൽ അവർ സന്തോഷവാന്മാരായിരുന്നു. ദൈവത്തിന്റെ വഴി അറിയാനും ദൈവത്തെ ദിനംപ്രതി അന്വേഷിക്കുന്നതിലൊക്കെ അവർ താല്പര്യമുള്ളവരായിരുന്നു. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി എഴുതിയിരിക്കുന്നു: നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജനത എന്ന നിലയിൽ. അപ്പം അതായത് അവർ ചെയ്ത ഒരു കാര്യം, അവരറിയാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ സ്വയം നീതിയെ അന്വേഷിക്കുന്നവരായിരുന്നു. ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്നതിന് പകരം സ്വന്തം നീതി, അതായത് അവർ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ഇഷ്ടമാണോ അവർ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം അവരറിയാതെ അവരുടെ ഉള്ളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പല പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി കൊടുക്കാതിരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് അവരോട് പറയുന്ന മറുപടി, 3-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ അവരോട് ചോദിക്കുന്നത്: അവർ ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ ഉപവസിച്ചിട്ടും നീ കാണാത്തതെന്താ? ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നീ കേൾക്കാത്തതെന്താ? ഞങ്ങളുടെ ആത്മാക്കൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സോളിനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും കർത്താവേ, നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ പ്രാർത്ഥന ശ്രദ്ധിക്കാത്തത്? നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തതെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം: ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ എന്നൊക്കെ അവരുടെ ഉള്ളിൽ അവരറിയാതെ ഒരു സ്വയം നീതി എന്ന് പറയുന്ന ഒരു പാപം അവരറിയാതെ അവരുടെ ഉള്ളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ അവരെ എന്താ പറയാ, സെൽഫ് ജസ്റ്റിഫൈ ചെയ്യുമായിരുന്നു. അവരെ കുറിച്ച് ഇങ്ങനെ ന്യായീകരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കുക: ഞങ്ങൾ ഉപവസിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് കർത്താവേ നീ ഞങ്ങൾക്ക് മറുപടി തരാത്തത്? അപ്പോൾ ദൈവം വാസ്തവത്തിൽ അവരോട് പറയുന്ന മറുപടിയാണ് 3-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. നിങ്ങളുടെ ഉപവാസ ദിവസത്തിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും നിങ്ങൾ എന്ത് ചെയ്യും? ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ദൈവം അവർക്ക് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്. കാര്യം, നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യുന്നൊരു കാര്യം, നിങ്ങളുടെ ഉപവാസ ദിവസത്തിൽ സന്തോഷം കണ്ടെത്തുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും ചൂഷണം ചെയ്യുകയും ചെയ്യും. ഒന്നാമതായിട്ട് അവർ ഉപവസിക്കുന്നത് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി അന്വേഷിക്കാൻ, സത്യത്തില് എന്താണ് യഥാർത്ഥ ഉപവാസം എന്നാണ് ആ അധ്യായത്തിൽ, 58-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ദൈവം പ്രസാദിക്കുന്ന ഉപവാസം എങ്ങനെയാണ്, ഹല്ലേലൂയ എന്നതിനെ കുറിച്ച് കർത്താവ് അവിടെ പറയുന്നതിന് പ്രാരംഭമായിട്ട് പറയുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. എന്നാൽ നിങ്ങൾ വളരെ ചോദിക്കുന്നു, ലഭിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. യാക്കോബ് ലേഖനത്തിൽ 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ചോദിക്കുന്നു, പക്ഷെ ലഭിക്കുന്നില്ല. കാരണം അത് നിങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് നിങ്ങൾ തെറ്റായ രീതിയിൽ ചോദിക്കുന്നുണ്ട്. പ്രിയ മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തരാത്തത് ഒരുപക്ഷെ ദൈവം കേൾക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവം അറിയാത്തത് കൊണ്ടോ അല്ല. സ്തോത്രം, ഹല്ലേലൂയ. അത് ഇപ്പോൾ മറുപടി കൊടുക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത് മറുപടി അർഹിക്കുന്ന കാര്യമാണോ എന്നുള്ളത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം. അപ്പൊ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ കൈവിട്ടെന്നോ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവം നമുക്ക് പ്രാർത്ഥന മറുപടി തരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുമല്ല. കാരണം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും ഹല്ലേലൂയ അത് ലഭിക്കും എന്ന് പറയുമ്പോൾ
അല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന എന്താണെന്നറിയാമോ? അല്ല, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് മറുപടി തരും. പക്ഷേ ദൈവത്തിന്റെ സമയത്ത് ദൈവം മറുപടി തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. എപ്പോഴാണ് കർത്താവ് മറുപടി തരുന്നത് എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അതുവരേക്കും വിശ്വസിക്കുവാൻ, അതുവരെ കർത്താവെ അങ്ങ് എനിക്ക് മറുപടി തരുന്ന സമയം വരെയും ഞാൻ അങ്ങയോട് ചോദിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാ നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ വിശ്വാസത്തിൽ ദൈവം പ്രസാദിക്കേണ്ടത്. ഹാലയില് അതൊരു പക്ഷെ നാളെ ആയിരിക്കാം, പെട്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷെ ദൈവം മറുപടി തരും. ആ ഒരു വിശ്വാസമാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ യാചിക്കുമ്പോൾ നമ്മൾ മുഷിഞ്ഞു പോകത്തില്ല. ദൈവം അത് നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിത്തീരും. വചനം ഇങ്ങനെ പറയുന്നു, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സ്തോത്രം. ഇത് കർത്താവ് പറഞ്ഞത് തന്നെയാ. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് യാചിച്ചാലും നടക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനം എപ്പോഴും നിലനിൽക്കുന്ന വചനമാ, കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നിലനിൽക്കുന്ന വാഗ്ദത്തമാ, അതിന് മാറ്റമില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടി കടന്ന് വിശ്വസിക്കണം. ഞാൻ ചോദിച്ച കാര്യം അല്ലെങ്കിൽ ഞാൻ ദിവസം പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ദൈവം എനിക്ക് മറുപടി തരും. മറുപടി കിട്ടുന്നവരെയും ഞാൻ വിശ്വസിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ മറുപടി കിട്ടുന്നവരെയും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. അല്ലാതെ ദൈവത്തോട് ഇപ്പൊ ഇവിടെ ഇസ്രായേലിന് ചെയ്തതുപോലെ അവർ സ്വയം നീതി ചെയ്തിട്ട് കർത്താവെ ഹല്ലേലൂയ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് സമയമില്ലാത്ത സമയം ഉണ്ടാക്കിയ ദൈവത്തിന് ഇരുന്നിട്ട് നീ എന്താ മറുപടി തരാത്തത് എന്ന് പറഞ്ഞ് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അനുഭവത്തിലോട്ട് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സംശയിക്കാൻ സാധ്യതയുണ്ട്. മറിച്ച് ഹല്ലേലൂയ, ഞാൻ ഹന്ന ചെയ്തതുപോലെ അവൾ ദൈവസേനയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ വചനം ഇങ്ങനെ പറയുന്നു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. കാരണം ദൈവസേനയും ആ വിഷയം കൊടുത്ത ശേഷം അവൾക്ക് മനസ്സിലായി ദൈവം തക്ക സമയത്ത് എനിക്ക് മറുപടി തരുമെന്ന്. ഹല്ലേലൂയ. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് വചനം എഴുതിയിരിക്കുക. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ടെന്നും തക്ക സമയത്ത് ദൈവം അതിന് മറുപടി തരുമെന്നും എന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഭാരത്തിന് അല്ലെങ്കിൽ പ്രയാസപ്പെട്ടുകൊണ്ടോ വ്യാകുലപ്പെട്ടുകൊണ്ടോ നമ്മൾ ഇരുന്നിട്ട് കർത്താവിന്റെ കരത്തിന്റെ പ്രവൃത്തി അങ്ങോട്ടും ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ നമ്മുടെ ജീവിതത്തിന്റെ ഗതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊന്നും നമുക്ക് കഴിയത്തില്ല. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ കൺട്രോളിലാണ്. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ ദൈവം നമ്മളെ നടത്തുന്നത് ആരോ പറഞ്ഞതുപോലെ മെഴുകുതിരി വെട്ടത്തില്ല. കാരണം ഒരു സ്റ്റെപ്പ് എടുത്ത് കഴിയുമ്പോഴേ നമുക്ക് അടുത്തത് എന്താണെന്ന് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുമുള്ള ചില ദൈവിക നടത്തിപ്പുകൾ നമ്മുടെ ലൈഫിൽ കടന്നു വരാൻ സാധിക്കും. അവിടെ നമ്മൾ അനുസരണത്തോടെ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അവിടെ ദൈവപ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ യഥാർത്ഥമായ പദ്ധതികൾ പെർഫെക്റ്റ് ആയിട്ടുള്ള വെല്ലുകൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ മറുപടി കിട്ടിയിട്ടില്ല, നിരാശപ്പെട്ടു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ വീണ്ടും ദൈവസന്നിധി കാത്തിരിക്കുക. കർത്താവ് വിശ്വസ്തനാണ്. ദൈവം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. കാരണം തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ഹല്ലേലൂയ അവിടുന്ന് എത്രയോ ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ തക്കോണം വ്യഗ്രതയുള്ള ദൈവമെന്ന് വചനം പറയുമ്പോൾ സ്തോത്രം. നമ്മുടെയൊക്കെ ഓരോ വിഷയത്തിൽ ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യങ്ങൾ കർത്താവിന്റെ ഏറ്റവും സിമ്പിളാണ്. ഹല്ലേലൂയ. അതിനെ കർത്താവ് ചെയ്തു തരുവാൻ അല്ലെങ്കിൽ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് മടുത്തു പോകാർ. ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മറുപടി എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അത് വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാകുകയാണ് എന്നുള്ളൊരു സമർപ്പണം ഈ പകൽക്കാലം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അല്ലാതെ ഇസ്രായേൽ മക്കൾ സ്വയം നീതിക്കാരായി മാറിയതുപോലെ നിരാശവും മടുപ്പവും നമ്മുടെ ഹൃദയത്തിൽ വരാതെ വീണ്ടും മുട്ടിപ്പായിട്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ മുഖത്തെ അന്വേഷിക്കുവാനും ഓരോ ദിവസങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ